BDS അഡ്മിഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ വേണം. നമുക്ക് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനിലോട്ട് കടക്കാൻ പാടുള്ളൂ. ഒരുപാട് ദിവസങ്ങൾ വരും, നമുക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി അയ്യോ ഇതെനിക്ക് മുന്നേ ഞാനൊരു തെറ്റ് ചോദിച്ചതാണ്, അതുകൊണ്ട് നമ്മുടെ പാരൻസ് നമുക്ക് വൈറ്റ് കോട്ട് ഇട്ട് തരും. ആ ഒരു നമ്മുടെ ജോയിൻ ചെയ്ത് ഡൗൺ ആയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ പറയും നിങ്ങൾക്ക് MBBS എല്ലാം വേണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യുന്ന എഫേർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ റിസൾട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ്, ഒന്ന് എൻ്റെ നീറ്റ് സ്റ്റോറി, പിന്നെ ഒന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ കമൻസൊക്കെ കണ്ടു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അതിൽ കുറച്ച് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നീറ്റ് 2026 ആസ്പിരൻസിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2026 നീറ്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, ചിലരിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം, ചിലർ റീ റിപ്പീറ്റേഴ്സ് ഉണ്ടായിരിക്കാം, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ടായിരിക്കാം. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, എങ്ങനെയാണ് നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്? നമ്മൾ ഈ കോച്ചിങ്ങിന് പോവേണ്ടതുണ്ടോ? നീറ്റ് എക്സാം പഠിക്കുന്നതിന് വേണ്ടി കോച്ചിങ് നിർബന്ധമാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ +2 വരെ പഠിച്ചതുപോലെ അല്ല, നമ്മൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. MCQ ടൈപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഒരു വർഷം നീറ്റ് കോച്ചിങ്ങിന് പോകുന്നത് നല്ലതായിരിക്കും. റീ റിപ്പീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഒരു വർഷം കോച്ചിങ്ങിന് പോയവരാണെങ്കിൽ ഇനി ഒന്നും കൂടി കോച്ചിങ്ങിന് പോകണോ എന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത്, ആ ഒരു പാറ്റേണൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകണോ എന്നുള്ളത് ഒരിക്കലും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നീറ്റിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് പല അക്കൗണ്ട്സിൽ നിന്നൊക്കെ അവരുടേതായ സ്ട്രാറ്റജീസൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. MBBS സ്റ്റുഡൻസ് തന്നെ പലരും നീറ്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ബെറ്റർ സ്ട്രാറ്റജി നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതിനേക്കാട്ടി നമ്മൾ സ്വന്തമായിട്ട് നമുക്കുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾക്കൊരു ഗൈഡ് പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാമെന്നുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു തരുവാണ്. നിങ്ങൾ തന്നെ സ്വയമായിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളിൽ പലരും ഇനി എങ്ങനെയാണ് നീറ്റിന് വേണ്ടിയിട്ട്, അടുത്ത നീറ്റ് 2026 വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റഡീസൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പലർക്കും കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ BDS അഡ്മിഷൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വർഷം ഞാൻ ബ്രില്യൻറ്റിൽ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, നീറ്റ് എക്സാമിന് വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നീറ്റ് എക്സാം എന്നതിനെ കുറിച്ചൊരു പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടും. അതാണ് ഈ ഒരു കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ അവിടുത്തെ എക്സാംസ്, ഏത് കോച്ചിങ് സെൻറ്റർ ആയാലും, ഇന്ന കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഏത് കോച്ചിങ് സെൻറ്റർ ആയാലും നമ്മളിടുന്ന എഫേർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പം വലിയ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇടുന്ന എഫേർട്ടാണ്, നമ്മൾ ഓരോരുത്തർ ഇടുന്ന എഫേർട്ട്. അതിപ്പം കോച്ചിങ് സെൻറ്ററിൽ പോയില്ലെങ്കിലും, നമ്മൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും, നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, നമ്മളിരുന്ന എഫേർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓരോ കോച്ചിങ് സെൻറ്ററിൽ അവരുടേതായിട്ടുള്ള എക്സാംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ BDS അഡ്മിഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് അടുത്ത ഒരു വർഷത്തേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യണമല്ലോ. ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ ഞാൻ എൻ്റെ ഫ്രണ്ടും തീരുമാനിച്ചിരുന്നു. അപ്പം നമ്മൾ അടുത്ത ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ചിന്തകൾ മുഴുവൻ ഇനി എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ഫുള്ള് കൺഫ്യൂഷനാണ്. കാരണം ഇനി ഞാനൊരു കോച്ചിങ്ങിന് ചേരാതെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെൽഫായിട്ട് സ്വന്തമായിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു വർഷം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എനിക്ക് എന്നെക്കൊണ്ട് പറ്റുമോ, ഒരു വർഷം കൂടി ഇനി വേസ്റ്റ് ആവും എന്നൊക്കെ ഉള്ള ഒരുപാട് തോട്ട്സൊക്കെ വരും. അങ്ങനെ ആ തോട്ട്സൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. നിങ്ങളിൽ പലരും ഇപ്പോൾ
നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും, അറിയാം. പക്ഷേ നിങ്ങൾ ഇനി അടുത്ത നീറ്റ് 2026 എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചിലരെങ്കിലും ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, റിസൾട്ട് വന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ. ചിലർ ഇനി ഒരു വർഷം കൂടി വേസ്റ്റ് ആക്കുന്നില്ല, വേറെ കോഴ്സിന് എന്തെങ്കിലും പോകാൻ എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയും, നിങ്ങൾക്ക് MBBS തന്നെ വേണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യണം. അതും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. കാരണം നമ്മൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവുന്നുണ്ട്. ഇനിയുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വർഷം ഉണ്ടല്ലോ എന്ന് ആലോചിക്കരുത്. ഒരു വർഷം നിങ്ങൾക്ക് കറക്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് ആ ഒരു സിലബസ് കംപ്ലീറ്റ് പഠിച്ച് തീർക്കാനുള്ള ഒരു ടൈമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വർഷം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെല്ലാവരും ഇപ്പോഴും തന്നെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനിയും റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കാതെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിൽ നിന്ന് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 സബ്ജക്ട്സാണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ 3 സബ്ജക്ട്സും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അത് പലർക്കും പല രീതിയിലായിരിക്കും ഓരോ സബ്ജക്ട്സും ഫീൽ ചെയ്യുന്നത്. ചിലർക്ക് ചില സബ്ജക്ട്സ് ടഫായിരിക്കും, ചിലത് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, വീക്കായിട്ടുള്ള സബ്ജക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണം നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ വീക്ക് സബ്ജക്ട്സ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഏതാണോ അത് നല്ല രീതിയിൽ തറവാക്കി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ടഫായിട്ടുള്ളതിന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരിക്കും. എന്തായാലും റിപ്പീറ്റ് ചെയ്യാനെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ എവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ മടി ഒക്കെ ആയിട്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ചിലർ ഇപ്പോഴും ആ ഒരു നീറ്റ് സ്കോറൊക്കെ ആലോചിച്ച് ഇപ്പോഴും ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ നിങ്ങൾ സ്റ്റാർട്ട് അങ്ങ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കും തോറും നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുക, അന്ന് നമ്മൾ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ നാളെ മുതൽ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. നാളെ മുതൽ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സമയം എന്ത് ചെയ്യുക, വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളെപ്പോലെ ഇനി അടുത്ത 2026 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പല സ്റ്റുഡൻസും പഠനം എന്ത് ചെയ്തു, ആരംഭിച്ച് കഴിഞ്ഞവർ പലരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. നാളെ മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം ഞാൻ എത്ര മണിക്ക് എഴുന്നേൽക്കും എന്നത് മുതൽ എത്ര മണിക്ക് ഞാൻ ഉറങ്ങും എന്നത് വരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇന്ന് ഇരുന്നങ്ങ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് കൊണ്ട് ആ ദിവസം മുഴുവൻ ഇരുന്നാൽ നിങ്ങൾ ഒരു ചാപ്റ്റർ പോലും ആ ദിവസം നിങ്ങൾക്ക് തീർക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും നമുക്കൊരു പ്ലാൻ വേണം. എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എത്ര സമയം എടുത്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു പ്ലാൻ നിങ്ങൾ തലേ ദിവസം തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കുകയും വേണം. തലേ ദിവസം തന്നെ ചെയ്തില്ലെങ്കിലും പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ തലേ ദിവസം ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ തലേ ദിവസം ഇപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇന്ന് തുടങ്ങുവാണ്. അപ്പം നാളെ രാവിലെ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കും, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ ഈ സബ്ജക്റ്റ് പഠിക്കും, അതിനുശേഷം ഇത് പഠിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫോർമാറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കും. എനിക്ക് നാളെ രാവിലെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഇത് വരും, എനിക്കിന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തും. നമ്മളൊരു ചെറിയൊരു ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അത് ഫുള്ളായിട്ട് നമ്മൾ എഴുതി വെക്കണം. നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഫുള്ളായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അലാറം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്, കുറച്ച് നേരം കൂടി ഉറങ്ങാൻ എന്നൊക്കെ നിങ്ങളുടെ മൈൻഡ് പറയും. പക്ഷെ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ആ തണുപ്പത്തും നിങ്ങളെക്കാളും മുന്നേ എണീച്ചിരുന്ന് പഠിക്കുന്ന പല സ്റ്റുഡൻസും നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവരെക്കാട് മുന്നിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണം. കാരണം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അത്രയധികം കഷ്ടപ്പെടണം. അത് മസ്റ്റായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തല്ലാതെ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ അത്രയധികം സിൻസിയറായിട്ട് സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ എണീച്ചോടെ നിങ്ങൾ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ഞാൻ മെഡിറ്റേഷൻ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് റിലാക്സേഷനാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആവും, പഠിക്കാനുള്ളൊരു മൂഡൊക്കെ തോന്നും.
എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം വീട്ടുകാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കോച്ചിങ്ങിന് പോകുന്നവർ പലരും ഉണ്ടായിരിക്കും, അവർക്ക് അവരുടെ ആ ക്ലാസ് കഴിഞ്ഞുള്ള സമയം, അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പഠിക്കാനുള്ള സമയം ഏതാണോ ആ സമയത്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെ സമയം പഠിക്കുമെന്നുള്ളത് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് വേണം പഠിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്ത് വേണം പഠിക്കാൻ. നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. പിന്നെ ചിലർ ഒരു ദിവസം ഫുള്ളായിട്ട് ഒരു സബ്ജക്റ്റ് മാത്രം ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് കൊണ്ടിരിക്കരുത്. മാക്സിമം 3 സബ്ജക്റ്റും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് പോർഷൻസ് കവർ ചെയ്യാൻ നോക്കണം. കാരണം ഒരു സബ്ജക്റ്റും കൊണ്ട് ഒരു ദിവസം ഇരുന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ മടുക്കും. ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഇപ്പോൾ ഫിസിക്സ് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഏത് ടോപ്പിക്ക് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ആ ഒരു ടോപ്പിക്ക് എത്ര സമയം കൊണ്ട് പഠിക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര സമയം അത് റിവൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് ചെയ്യണം. അല്ലാതെ ചുമ്മാ ഇരുന്ന് പഠിച്ചത് കൊണ്ട് മാത്രം ഒന്നും ആയില്ല. നിങ്ങൾ പഠിച്ചത് മാക്സിമം നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു പഠിച്ച കാര്യം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിടത്തുള്ളൂ. ചുമ്മാ നമ്മൾ പഠിച്ചങ്ങ് പോയാൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ അത് മറന്നു പോകും. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി കുറച്ചുകൂടി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ മടി, അല്ലെങ്കിൽ സ്ട്രെസ്സ്, ടെൻഷനൊക്കെ. ഞാൻ നല്ല രീതിയിൽ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഒരു നീറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് നോർമലായിട്ടുള്ളൊരു കാര്യം, സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്നൊരു കാര്യം. നീറ്റ് ആസ്പിരൻസിന് മാത്രമല്ല, ഇപ്പം നമുക്കായിപ്പോൾ MBBS പഠിച്ചെടുക്കുന്ന നമുക്കായപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ട്രെസ്സൊക്കെ നല്ലതാണ്, പേടി കൊണ്ട് നമ്മളിരുന്ന് പഠിക്കാം. പക്ഷേ ഓവറായിട്ടൊന്നും എന്ത് ചെയ്യില്ല, സ്ട്രെസ് ആവാൻ ശ്രമിക്കരുത്. നമ്മൾ അങ്ങനെ അധികം ഓവറായിട്ട് ടെൻഷനും സ്ട്രെസ്സൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് നമുക്ക് കുറച്ച് നേരം വീട്ടുകാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയോട് സംസാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്യാം, കുറച്ച് നേരം പുറത്ത് പോയി കാറ്റ് കൊണ്ടിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ പല തടസ്സങ്ങൾ വരും, ഒരുപാട് തടസ്സങ്ങൾ വരും. നമുക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും, പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പല ശീലങ്ങളും പല ആഗ്രഹങ്ങളും, പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പല സന്തോഷങ്ങളും നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. കാരണം നമുക്ക് ഈ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറുതല്ല, ഇതൊരു വലിയൊരു പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഒന്നും നമുക്ക് വെറുതെ എന്ത് ചെയ്യില്ല, കിട്ടത്തില്ല. നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റാങ്ക്, ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു വർഷം മുഴുവൻ നീറ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് പല ശീലങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ നേരം രാവിലെ വരെയൊക്കെ കിടന്നുറങ്ങുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള ആ ഒരു വർഷത്തേക്ക് വേണ്ടി നിങ്ങളുടെ പല ശീലങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനിലോട്ട് കടക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ അങ്ങ് നീറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചൊന്നും നടക്കത്തില്ല. നാളെ മുതൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യില്ല, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ അമിതമായിട്ട് സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നാളെ മുതൽ ഞാൻ ഇത്ര സമയം വരെ യൂസ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ലിമിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ അതിൻ്റേതായിട്ട് ലിമിറ്റൊക്കെ പിടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഫുൾ ടൈം ഇരുന്ന് പഠിക്കണമെന്നല്ല, നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എൻജോയ്മെൻ്റൊക്കെ വേണം എന്ന് പറഞ്ഞ് ഓവറായിട്ട് എൻജോയ് ചെയ്യരുത്. കാരണം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുവാണ്. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയം അവർ പഠിക്കുവാണ്. അപ്പോൾ അവർ നിങ്ങളെക്കാൾ മുന്നിലോട്ടെത്തും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്.
പിന്നെ എല്ലാവരും രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ ഉള്ളത്. ചിലർ ലേറ്റ് നൈറ്റ് സ്റ്റഡി ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ടൈം ഏതാണെന്ന് കണ്ടെത്തി വേണം നിങ്ങൾ പഠിക്കാൻ. എല്ലാവരും രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോൾ എഴുന്നേൽക്കാൻ പറ്റും അപ്പം നിങ്ങൾ എഴുന്നേറ്റാൽ മതി. 6 മണിക്ക് ഉറക്കം നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര മണിക്കൂർ കിടക്കുന്നോ, ഇപ്പോൾ ലേറ്റായിട്ട് കിടന്നാൽ 6 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം വേണം നിങ്ങൾ എഴുന്നേൽക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ആ ഒരു ടൈമിങ് 6 മണിക്കൂർ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ രാവിലെ ഇന്ന സമയത്ത് എന്നെ മസ്റ്റായിട്ട് എഴുന്നേൽക്കണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും ഈ ഒരു പ്രിപ്പറേഷന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് വേണം നിങ്ങളതൊക്കെ തീരുമാനിക്കാം. ഒരു ടോപ്പിക്കിന് ഇത്ര സമയം ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിക്കും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് മുന്നേ നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഒരു സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു ടോപ്പിക്ക് ഇത്ര സമയം അരമണിക്കൂർ കൊണ്ടും പഠിക്കാം, 3 മണിക്കൂറും കൊണ്ട് പഠിക്കാം. നിങ്ങൾക്ക് ഏതാ ബെറ്റർ? അരമണിക്കൂർ കൊണ്ട് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ബെറ്റർ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്ലാനൊന്നും ഇല്ലാതെ നിങ്ങൾ ചുമ്മാ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഒരു ചെറിയ ടോപ്പിക്കിന് വേണ്ടിയിട്ട് 5-6 മണിക്കൂർ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതേ സമയത്ത് നിങ്ങൾ ഇന്ന ഒരു അരമണിക്കൂറിൽ നിങ്ങൾ ഇന്ന ടോപ്പിക്ക് പഠിച്ച് തീർക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും, അത് സെറ്റായി കിടക്കും. എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം ആ ഒരു സമയത്തിനുള്ളിൽ പഠിച്ച് തീർക്കാൻ ശ്രമിക്കും. അതിനിടയിൽ വരുന്ന തോട്ട്സ് കുറവായിരിക്കും. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ആവശ്യമില്ലാത്ത ചിന്തകൾ, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ അതിനിടയിൽ വരുന്നത് കുറവായിരിക്കും. നിങ്ങളുടെ മൈൻഡിൽ ഒരേ ഒരു ലക്ഷ്യം, ആ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കണം എന്നുള്ളതാണ്. പക്ഷേ അതേസമയം നിങ്ങളൊരു പ്ലാനും ഇല്ലാതെയാണ് ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. മാത്രമല്ല നമ്മൾ പഠിക്കുന്നതിനിടയിൽ നമുക്ക് പല തോട്ട്സും വരും, പല ചിന്തകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങ് പോകും. പിന്നെ കുറേ സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും, സമയം പോയെന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഇരുന്ന് പഠിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം അതാണ്. നമ്മളെപ്പോഴും ഒരു ടൈം വെച്ചിട്ട് വേണം, നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു ക്ലോക്ക് വേണം. ആ ഒരു ക്ലോക്ക് നോക്കി വേണം നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ പഠിച്ച് തീർക്കാനുള്ള അത്രയും ഫാസ്റ്റായിട്ട് തന്നെ പഠിക്കണം. ഇപ്പോൾ ഒരു ടോപ്പിക്ക്, ഫിസിക്സിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്താൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ വർക്ക് ചെയ്ത് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റണമെന്നില്ല, അതൊക്കെ സ്വാഭാവികമാണെടാ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ആ ഒരു തെറ്റിൽ നിന്ന് വേണം നമ്മൾ പഠിച്ചു വരാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പയ്യെ നമുക്ക് പ്രോഗ്രസ് വരത്തുള്ളൂ. പെട്ടെന്ന് തന്നെ എല്ലാം ഇയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം സോൾവ് ചെയ്യാമെന്നൊന്ന് വിചാരിക്കും. നമ്മളൊരു ടോപ്പിക് പഠിച്ചിട്ട് അതുമായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ആദ്യമേ കയറി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാതെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ടഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുക എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക്, അതിങ്ങനെ ആയിരുന്നല്ലോ, എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള സിമ്പിൾ മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാം. അതിപ്പോൾ ബയോളജിയിലായാലും ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും അതിൽ ആർക്കും സംഭവിക്കാവുന്ന കുഞ്ഞു തെറ്റുകളുണ്ട്. അപ്പം ആ ഒരു തെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള മാക്സിമം തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഇതെനിക്ക് മുന്നേ ഞാനൊരു തെറ്റിച്ച ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള ഒരു തോട്ട് വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് പഠിക്കാൻ. നമ്മൾ മിസ്റ്റേക്കിൽ നിന്ന് വേണം പഠിക്കാൻ, തെറ്റുകളിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ. ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ എടുത്തു, ആ ചാപ്റ്റർ നിങ്ങൾ ആദ്യം മുതലേ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ചാപ്റ്ററും അത്ര ഡെപ്തിൽ പഠിക്കാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങും ഇങ്ങൊന്നും പഠിക്കാതെ അതിൻ്റെ ബേസ് ഫുള്ള് മനസ്സിലാക്കി അതിൻ്റെ ഡെപ്ത് അറിഞ്ഞ് തന്നെ പഠിക്കുക. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അപ്പോൾ ഈ ഒരു 3 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 3 നോട്ട്ബുക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ഏത് ചാപ്റ്ററാണ് പഠിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇക്വേഷൻസ് എല്ലാം ചാപ്റ്റർ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കുക. കാരണം ഈ ഒരു നോട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷൻ സമയത്ത്, അതായത് നിങ്ങളുടെ നീറ്റ് എക്സാമിനൊക്കെ മുന്നേ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ആകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ്റെ സമയമാവുമല്ലോ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ആ നോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഇന്ന് പഠിച്ചൊരു കാര്യം നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറന്നു പോകും. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മുന്നേ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന 1 മണിക്കൂർ എടുത്തെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് റിവിഷൻ ചെയ്യാൻ ഒരു 5-10 മിനിറ്റ് കൊണ്ട് അത് റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ
നമ്മൾ നീറ്റിനെ സംബന്ധിച്ച് എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ പോയി തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ ഒരു വർഷം വീട്ടിലിരുന്ന് പഠിച്ച സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സാനി, അവൾ ബ്രില്യൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് അയച്ചു തരുമായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ടൈം വെച്ച് ഞാൻ എക്സാം എഴുതുന്ന പോലെ വീട്ടിലിരുന്ന് എക്സാം എഴുതി. അങ്ങനെയാണ് ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പം വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓരോ കോച്ചിങ് സെൻറ്ററിൽ അവരുടേതായിട്ടുള്ള മെത്തേഡ്സും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഷെഡ്യൂളൊക്കെ കാണും. അപ്പോൾ അവരുടെ ഷെഡ്യൂളിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഷെഡ്യൂൾ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ എക്സാം മാത്രം എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങളുടെ മിസ്റ്റേക്സിന് എന്തൊക്കെ നിങ്ങൾക്ക് തെറ്റ് പറ്റി, എവിടെയൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു, നെഗറ്റീവ് മാർക്ക് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എവിടെയൊക്കെ എനിക്ക് നെഗറ്റീവ് വന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല ഓരോ എക്സാമിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇത് ചിലർക്ക് മാർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല രീതിയിലുള്ള മാർക്കൊന്നും ആയിരുന്നില്ല കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ആവും. അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ നിൽക്കരുത്. വീണുകൊണ്ടിരിക്കും. നമ്മൾ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചു. ഈ ഒരു വർഷത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ എന്തായാലും നനഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുളിച്ച് കയറാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ്റെ ഇടയിൽ നമുക്ക് പല രീതിയിലും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ എല്ലാം ഫേസ് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും ശരിയാവത്തില്ല, എനിക്ക് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ തോന്നും. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന തോട്ട്സാണിടാ. ഒരു ദിവസം നിങ്ങൾ രാവിലെ മുതൽ ഇരുന്ന് പഠിക്കുവാണ്. അപ്പോൾ ഉച്ച സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ക്ഷീണം വരും. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നാൽ പലർക്കും അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു 4-5 ദിവസം നമുക്ക് ഒരുപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റും. 5ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മടിയൊക്കെ തോന്നും. ഒരു ടോപ്പർ ആയാലും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും എല്ലാവർക്കും സെയിം ആയിട്ട് ഒരുപോലെ തോന്നുന്ന ഒരു ഫീലാണ് ഈ മടിയും പഠിക്കാനൊരു മൂഡില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തോന്നുന്നതാണ്. പക്ഷേ വ്യത്യാസം നമ്മൾ ആ ഒരു ഘട്ടം എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് മടുപ്പൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മടി മാറ്റാൻ വേണ്ടി നമ്മൾ മറ്റു കാര്യങ്ങളിൽ കുറച്ച് നേരം ഇൻവോൾവ്ഡ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും സ്റ്റഡീസിലോട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ മിത്രവും അതേസമയം ഏറ്റവും വലിയ ശത്രുവാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനോട് തന്നെയാണ്. നമ്മുടെ മൈൻഡ് പറയും, ഇനിയിപ്പോൾ ഇന്നത്തേക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീലൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ച് അങ്ങ് കിടന്ന് ഉറങ്ങാം എന്നൊക്കെ ഉള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് മാത്രമേ എപ്പോഴും മൈൻഡ് നമ്മൾ ഇതാക്കത്തുള്ളൂ. ഞാൻ പഠിച്ചിരിക്കും, എനിക്ക് പഠിക്കണം, എനിക്ക് നാളെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചിലർക്കെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, ഉറക്കം കളഞ്ഞെങ്കിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഉറങ്ങുന്നില്ല, ഉറക്കം വിളച്ച് ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ ഞാൻ പറയാം, മക്കളെ, നിങ്ങൾക്ക് ഉറക്കം കളഞ്ഞിട്ട് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കും. പക്ഷേ 3-4 ദിവസം നിങ്ങൾക്ക് ഫുള്ള് ക്ഷീണമായിരിക്കും. നിങ്ങളുടെ ഉറക്കം പോയതിൻ്റെ ആ ഒരു ക്ഷീണം നിങ്ങൾക്ക് ആ ബ്രെയിൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഉറക്കം വിളച്ച് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന സമയം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ഇത്ര സമയം പഠിക്കാം, ഇത്ര സമയം ഉറങ്ങാമെന്നൊക്കെ ഉള്ള ടൈം ടേബിൾ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ ദിവസവും പല രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു മലയുടെ മുകളിൽ കയറുവാണ്. നമ്മൾ ഒരിക്കലും മലയുടെ മുകളിലോട്ട് നോക്കാൻ പാടില്ല, നമുക്ക് ചുറ്റും നോക്കാൻ പാടില്ല. നമ്മൾ നടക്കുന്ന ആ ഒരു വഴി മാത്രമാണ് നോക്കേണ്ടതെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയുടെ മുകളിലോട്ട് നോക്കിയുള്ളൊരു കാര്യം എന്താ, അയ്യോ അത്രയും ദൂരെയാണല്ലോ, എന്നെക്കൊണ്ട് പറ്റുമോ, ഇത് ഇത്രയും അങ്ങ് അകലെ ആണല്ലോ ആ മല, അപ്പോൾ ഞാൻ എത്ര സമയം എടുക്കും അവിടെ എത്താൻ, ഞാൻ അവിടെ എത്തുമോ എന്നൊക്കെ ഉള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് ആണ്. നെഗറ്റീവ് തോട്ട്സ് വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നെഗറ്റീവ് തോട്ട്സ് വരാതിരിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മലയുടെ മുകളിലോട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മറ്റുള്ളവർ ചുറ്റും നോക്കേണ്ട ആവശ്യമുണ്ട്. ചുറ്റും നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചുറ്റും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും വർക്ക് ചെയ്യുന്ന പലരും നമ്മുടെ ചുറ്റും കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ടെൻഷനാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാര്യം മാത്രം ആലോചിച്ച് നമ്മൾ പോകുന്ന ആ ഒരു പാത മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്താൽ മതി. മറ്റുള്ളവർ എന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിക്കുന്നുണ്ടോ
അവരൊക്കെ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നമ്മൾ നമ്മുടെ ആ ഒരു പാത അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അങ്ങനെ നമ്മൾ പോകുന്ന പാത മാത്രം നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഉറപ്പായിട്ട് എന്ത് ചെയ്യും, മലയുടെ മുകളിലെത്തും. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത തോട്ട്സ്, ഇനി അടുത്ത എക്സാമിനി വീണ്ടും ടഫായിരിക്കുമോ, അല്ലെങ്കിൽ ഇനി എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുമോ, എനിക്ക് എക്സാമുകളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് എനിക്കും വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ തോട്ട്സൊക്കെ എല്ലാവർക്കും വരുവാണ്, നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സാം ടഫാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ടഫായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് എന്ത് ചെയ്യും, കുറയും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളിട്ട എഫേർട്ടിനുള്ള റിസൾട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, നിങ്ങൾ അത്രയും ഡിസിപ്ലിനോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതിനിപ്പോൾ നിങ്ങൾ ഭയങ്കര ബുദ്ധിയായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര കഴിവ് വേണം, അങ്ങനെയൊന്നുമില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനായാൽ പോലും നിങ്ങൾ ആ ഒരു ഹാർഡ് വർക്ക് സിൻസിയറായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇത് വരണം. ആ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പറ്റും അത്രത്തോളം എന്ത് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യും കൂടി വേണം. നമ്മൾ കേട്ടിട്ടുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാൽ കുരുന്നുമണിയോളമെങ്കിലും കിട്ടത്തുള്ളെന്ന്. എനിക്കത് തന്നെ വേണം എന്നുള്ള അത്രയും ഒരു ആഗ്രഹം നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ്, സിൻസിയറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ചുമ്മാ ഇരുന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഇരുന്ന് പഠിച്ചാൽ എന്താ, ഒന്നും നടക്കത്തില്ല. അതൊക്കെ എന്താ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തണമെന്നില്ല. നമ്മളെപ്പോഴും എന്താ, നമുക്ക് ഉള്ളിലേക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം. നമുക്ക് തന്നെ തോന്നണം, ഇന്ന ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഇരുന്ന് പഠിച്ചു, ഞാൻ എന്ത് പഠിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടോ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. നീറ്റ് സ്റ്റുഡൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം പ്രോഗ്രസ്സാണ്, ഇമ്പ്രൂവ്മെൻറ്റാണ്. നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സിൻസിയറായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് നല്ല രീതിയിൽ നമ്മൾ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അതിങ്ങനെ ഉറക്കവും കളഞ്ഞ് അല്ലെങ്കിൽ ഫുഡും കഴിക്കാതെയൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ, ഹാബിറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു വർഷത്തേക്ക് നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. കാരണം ഡോക്ടറാവുമെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ചെറിയൊരു കാര്യമല്ല, അത് അത്രയും വാല്യൂ ഉള്ളൊരു പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എല്ലാവർക്കും ആ ഒരു പൊസിഷനിലെത്താൻ പറ്റണമെന്നില്ല. അത്രയധികം സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചവർക്ക് മാത്രം ഉള്ള ഒരു പൊസിഷനാണ് ഈ MBBS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആഗ്രഹവും അത്രയും ഒരു സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലെത്താൻ പറ്റും. നമുക്ക് MBBSന് കയറുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് കോട്ട് സെറമണി എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. നമ്മുടെ പാരൻസ് നമുക്ക് വൈറ്റ് കോട്ട് ഇട്ട് തരും ആ ഒരു നമ്മുടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ദിവസം. അപ്പോൾ നമുക്ക് സ്റ്റഡൊക്കെ നമ്മുടെ കഴുത്തിലിട്ട് നിൽക്കുമ്പോൾ ആ ഉള്ളൊരു ഫീലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. നിങ്ങൾ അറിഞ്ഞ് തന്നെ ആ ഒരു ഫീലിലെത്തണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് സ്റ്റുഡൻസാണ് എന്ത് ചെയ്യുന്നത്, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അത്രയും പേര് എക്സാം എഴുതുന്നതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് MBBS അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റാങ്കിനുള്ള നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം അല്ലേ. ഒരു പെർസെൻറ്റേജ് എങ്കിലും നിങ്ങൾ എക്സ്ട്രാ എന്ത് ചെയ്യണം, എഫേർട്ട് ഇടണം. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അത്രത്തോളം നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ പല തോട്ട്സും വരും, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ, നീറ്റ് എക്സാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇല്ലേ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. പക്ഷെ ഞാനതെങ്ങനെ ഫേസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും എത്തിച്ചേരണം, ഞാൻ ഉള്ള കോഴ്സ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് MBBS വേണം എന്നുള്ളത് അത്രത്തോളം ആഗ്രഹിച്ച് അത് അത്രത്തോളം വാശിയോടെ എൻ്റെ മൈൻഡ് സെറ്റോട് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നത്. പല സാഹചര്യങ്ങളിലും ഡൗൺ ആയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ഉള്ളൊരു അവസരം ഉണ്ടായത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യാം, പല രീതിയിലുള്ള തടസ്സങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഫേസ് ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകണം. എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതല്ല, ഒന്നും നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മളെല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു മനസ്സും അതിനുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് പല പ്രശ്നങ്ങളും വരും. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അതിൽ തളർന്നു പോകാതെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് പറ്റി,
എന്നെക്കൊണ്ട് പറ്റിയെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മെൻ്റലി ഇപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ മോട്ടിവേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്കിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ചേച്ചി എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ടെൻഷനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും കൂടെ കാണും. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സിൻസിയറായിട്ട് ഡിസിപ്ലിനോട് കൂടി കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാവുക. നമുക്കിപ്പോൾ ഇതല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ വേറെ ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ചേരാം. എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് പറ്റിയ വേറെ ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാം. ഇതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് നിങ്ങളുടെ വിഷമം മറ്റാരെക്കാട്ടി എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ചൊക്കെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. അല്ലെങ്കിൽ ഇനി അടുത്ത റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള റാങ്കൊക്കെ കിട്ടട്ടെ. പലർക്കും ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.